SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് കഴിഞ്ഞ LDF സർക്കാർ പുലർത്തിയിരുന്ന ഒരു മൃദു സമീപനമുണ്ടല്ലോ, ഇതിനെ ശക്തമായി വിമർശിക്കുകയാണ് DYFI. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് DYFI അവരുടെ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം, വിമർശനമാണെങ്കിൽ കൂടിയും അവരുടെ പ്രതിഷേധം കൂടിയാണ് അവർ അറിയിച്ചേക്കുന്നത്. അതായത് കഴിഞ്ഞ LDF സർക്കാർ ഈ വെള്ളാപ്പള്ളി നടേശനോട് സ്വീകരിച്ച സമീപനത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് DYFI തുറന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. കാരണം വെള്ളാപ്പള്ളി നടേശനോട് ഒരിക്കൽ പോലും DYFI പോലെയോ അല്ലെങ്കിൽ CPM പോലെയോ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു നിലപാടാണ് അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്കറിയാവുന്നതുപോലെ എന്താണ് ഇവിടെ സംഭവിച്ചത്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാ കാലത്തും നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കുകൾ എന്ന് പറയാൻ കഴിയുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ട്, ഒരു വിഭാഗം വരുന്ന ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. അതോടൊപ്പം വരുന്ന പിന്നീട് ഭൂരിപക്ഷ സമുദായത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകളുണ്ട്. ഇവിടെ CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രീതിയിൽ ചിന്തിച്ചു. അതായത് വെള്ളാപ്പള്ളി നടേശനെ പിണങ്ങിക്കഴിഞ്ഞാൽ ഒരു സമുദായത്തിൻ്റെ മുഴുവൻ പിണക്കം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഒരു പക്ഷേ എപ്പോഴൊക്കെയോ CPM ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടൊരു പ്രീണന നയം എവിടെയൊക്കെയോ സ്വീകരിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് പക്ക വർഗീയതയാണെന്നേ. മലപ്പുറം പോലെയുള്ള ഒരു ഒരു ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജില്ലയിലെ ആൾക്കാർ എന്താ പറയുക, അധികാരത്തിൽ വന്നിട്ട് ഈ അധികാരത്തിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആ സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. എത്ര തെറ്റായ പ്രഖ്യാപനമാണത് അല്ലേ? ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളിൽ അടിയുറച്ച് പോകുന്ന ഒരാളാണെങ്കിൽ ആ രീതിക്ക് നിൽക്കണമായിരുന്നു. അല്ലാതെ ഈ രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കി ജനങ്ങളെ പ്രകോപിതരാക്കുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്. ഇവിടെ അതിനെ എന്നാൽ ഒരു ജനാധിപത്യ അല്ലെങ്കിൽ മതേതര രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ടായിരുന്നു, വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാമായിരുന്നു. എന്നാൽ ആ തള്ളിക്കളയിൽ നിന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വിമർശനം തന്നെയാണ്. കാരണം ഇവിടെ നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം നടന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗക്ഷേമ സഭ അടക്കമുള്ള NSS അടക്കമുള്ള SNDP അടക്കമുള്ള സാമുദായിക സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പം ഇവിടെ എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? അവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആഗോള അയ്യപ്പ സംഗമം ശരി ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് നടത്തിയത്. കാരണം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ശക്തമായ ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ ശക്തമായ ഒരു നിലനിൽപ്പ് കൊടുക്കാൻ വേണ്ടി നടത്തിയൊരു പരിപാടി, അതിനെ ആ നിലയ്ക്ക് നമുക്ക് കാണാം. പക്ഷേ അതിന് ആ സമയത്ത് അവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന 3-4 വരുന്ന സമുദായ നേതാക്കന്മാരുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ മലബാർ മേഖലകളിൽ ഒരു ശക്തി കേന്ദ്രമാണ് ശരിക്കും ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായം. ആ ന്യൂനപക്ഷ സമുദായത്തിനെതിരായി വിമർശനം ഉന്നയിച്ച വെള്ളാപ്പള്ളി നടേശനെ കാറിൽ വിളിച്ച് കയറ്റി കൊണ്ടുപോയ ഒരാൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഈ കേരളത്തിലെ 1-ാം നമ്പർ വാഹനത്തിനുള്ളിൽ ഈ വിദ്വേഷ പ്രചാരകനെ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു പിണറായി വിജയൻ ചെയ്ത്. തെറ്റാണ് അത്. ഒരുപക്ഷെ പ്രായം നോക്കിയിട്ടാണ് അത് പിണറായി വിജയൻ പറഞ്ഞത്. എന്താ പ്രായം, 90 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യൻ ഞാൻ എൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി തെറ്റോ എന്ന് ചോദിച്ചിരുന്നു. തെറ്റാണ്. രാഷ്ട്രീയമാണിത്. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയ ഇപ്പം നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കാം. ആ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. ഇയാൾ എന്താണ് പറഞ്ഞത്? വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ ഒന്നടങ്കം അനാവശ്യമായി പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവന ഇറക്കി. ഇതിനു മുമ്പ് അത് കൂട്ടിച്ചേർത്ത് വായിച്ചത് എങ്ങനെയാണ്? ഇതിനു മുമ്പ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഹിന്ദു പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ പിണറായി വിജയൻ എന്താണ് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത്? മലപ്പുറം കള്ളക്കടത്തുകാരുടെയും കരിഞ്ചന്തക്കാരുടെയും നാടാണ് എന്നുള്ള തരത്തിൽ കരിപ്പൂർ വിമാനത്താവളം വഴി ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട്. വാസ്തവമാണ് എങ്കിൽ തന്നെയും അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഒരു ദേശീയ ദിനപത്രത്തിനും അഭിമുഖം കൊടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ശ്രദ്ധ പിണറായി വിജയൻ കൊടുത്തില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു വാചകം പറഞ്ഞപ്പോൾ തീർച്ചയായും പിണറായിയുടെ നാവായി വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത്. അത് തീർച്ചയായിട്ടും സ്വീകരിക്കപ്പെട്ടു. കാരണം തിരുത്താൻ പാർട്ടി തയ്യാറായില്ല. വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാൻ പാർട്ടി തയ്യാറായില്ല. വെള്ളാപ്പള്ളിയെ നിലയ്ക്ക് നിർത്താൻ പാർട്ടി തയ്യാറായില്ല. അപ്പോഴും വെള്ളാപ്പള്ളിയെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കാനാണ് ശ്രമിച്ചത്. ഇവിടെ വെള്ളാപ്പള്ളി അല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് തെറ്റുപറ്റിയില്ലേ? ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ ശരിക്കും BDJS NDA എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ NDA എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ ഘടകകക്ഷിയല്ലേ, ഒരു മുന്നണിയുടെ ഘടകകക്ഷിയല്ലേ BDJS. ആ BDJSന്റെ നേതാവല്ലേ വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെ എന്തിനാണ് പാർട്ടി തലയിൽ ചുമന്ന് നടന്നത്? ഏറ്റവും വലിയ തെറ്റല്ലേ പാർട്ടി കാണിച്ചത്?
ഇവിടെ ജനങ്ങളുടെ ബോധത്തെ മാനിക്കണ്ടേ? ജനങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മതേതര ബോധത്തെ ഗൗനിക്കാതെ പോയ ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM അധപ്പതിച്ചു പോയതിന് കാരണം അത് തന്നെയാണ്. CPM ചെയ്യേണ്ട കാര്യങ്ങൾ, പിണറായി വിജയൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നീട് ഈ G. സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ പാർട്ടി മുന്നണി വിട്ടിട്ട് UDF-ലേക്ക് ചേക്കേറുന്നു, ജനകീയ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട്, ജനകീയ സ്വതന്ത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ നിലനിർത്തുന്നതിനോ അത് പുള്ളിക്കെതിരായി വേണ്ട രീതിയിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനോ പാർട്ടി പരാജയപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് G. സുധാകരൻ പാർട്ടി വിട്ടു പോയത്? G. സുധാകരൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഈ പറയുന്ന നിബന്ധനകളെല്ലാം പാലിച്ചിട്ട് തന്നെയാണോ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? അല്ല, ഇവിടെ സ്വജനപക്ഷപാതം നടത്തിയിട്ടുണ്ടെന്നേ. തളിപ്പറമ്പ് മണ്ഡലം എന്തുകൊണ്ടാണ് പിന്നെ ഗോവിന്ദൻ മാസ്റ്റർ കയ്യിലേക്ക് പോകുന്നത്? അവിടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സംഭവിച്ചത് എന്താ? തളിപ്പറമ്പ് മണ്ഡലത്തിൽ അവിടെ കൊണ്ടുവന്നിട്ട് MP ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയെ അവിടെ നിർത്തി, തുളസി ടീച്ചറിനെ. അപ്പൊ അവിടെ അതല്ല വേണ്ടിയിരുന്നത്. അവിടെ ഗോവിന്ദൻ മാസ്റ്റർ ആ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു, തീർച്ചയായിട്ടും ഗോവിന്ദൻ മാസ്റ്റർക്ക് പിന്തുണ കൊടുക്കണമായിരുന്നു, അത് പാർട്ടി ചെയ്യണമായിരുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പിന്നെ CPM പറയുന്ന പോലെ അവിടെ ഇത് സംഭവിച്ചു, അവിടെ പിന്നെ ഡീലുകൾ നടന്നു, അത് നടന്നു, ഇത് നടന്നു എന്ന് പറയും. ഇവിടെ അവരും UDF ആക്ഷേപിക്കുന്നത് തന്നെയല്ല, ഡീല് നടന്നു. ആ ഡീല് നടന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ചുമന്നു നടക്കേണ്ടി വന്നത്? ഒരു പിന്നെ അങ്ങനെയുള്ള ഒരാളെ ചുമന്നതിന്റെ ഫലമല്ലേ അനുഭവിക്കേണ്ടി വന്നത്? തീർച്ചയായിട്ടും DYFI പോലെയുള്ള ഒരു സംഘടനയ്ക്ക് കാര്യം മനസ്സിലായി, വൈകിയാണ് മനസ്സിലായതെന്ന് മാത്രം. അവർക്ക് കാര്യം മനസ്സിലായി, പാർട്ടി ചെയ്തത് അങ്ങേയറ്റത ചതിയാണ്, തെറ്റാണ്, അത് മനസ്സിലായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? പാർട്ടി തിരുത്തുക. ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾക്കാരെ ഇനി ചുമന്നു നടക്കുന്ന കാര്യമില്ല. ഇനി പോട്ടെ, വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് നടന്നു, പാർട്ടി പാഠം പഠിക്കണ്ടേ? വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? എന്തെങ്കിലും ഗുണം വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് നടന്നതിന്റെ ഭാഗമായി ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂന്നേ. ദോഷമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് നടന്നത്? അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റിൽ തിരുത്തുക എന്നുള്ളതാണ് തിരുത്തൽ വാദം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ തിരുത്തൽ രേഖയായിട്ട് അത് അവതരിപ്പിക്കുക തന്നെ വേണം. DYFI ഇപ്പോഴെങ്കിലും അത് പറഞ്ഞത് DYFIയുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കും. ഇതെങ്കിലും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണെന്നേ. കാര്യം പാർട്ടിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനാണ് അവസാന വാക്ക്, MP ഗോവിന്ദൻ മാസ്റ്റർ രണ്ടാമത്തെ വാക്ക്, മൂന്നാമത്തെ വാക്ക് ഇല്ല പാർട്ടിയിൽ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇതിൽ ഏകാധിപത്യ ഒരു രീതിയിലേക്ക് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ DYFI കാണിച്ച ധൈര്യത്തെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തന്നെ വേണം.